അമ്മ മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീന. ഞാൻ പാലാ രൂപതയിൽ നിന്ന് വരുന്നു. 2022 ഫെബ്രുവരി 27 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി എനിക്കും എൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. 19 വർഷമായിട്ട് ഞങ്ങളുടെ പറമ്പ് ഞങ്ങൾക്ക് കിണറില്ലായിരുന്നു. ധാരാളം ഒത്തിരി കിണർ ഞങ്ങൾ കുത്തിയിട്ടുള്ളതാണ്. അതിനകത്ത് വെള്ളമില്ലായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ പുതിയൊരു കിണർ കുത്തുകയും കിണറ്റിൽ ഞങ്ങൾക്ക് ധാരാളം വെള്ളം ലഭിക്കുകയും ചെയ്തു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. രണ്ടാമതായി ഞാനൊരു നേഴ്സായിരുന്നു. എനിക്ക് 13 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഗവൺമെൻറ് ഡിസ്പെൻസറിയിൽ കോൺട്രാക്ട് ബേസിൽ എനിക്ക് ജോലി ലഭിച്ചു. അതും വീടിനടുത്ത് തന്നെ ലഭിക്കുകയും ചെയ്തു. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് എൻ്റെ സാക്ഷ്യം, എൻ്റെ ഇളയ കുട്ടിക്ക് 1 വർഷത്തോളമായി വയറുവേദന പറയുമായിരുന്നു. അത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് പരിപൂർണമായിട്ടും മാറി. അതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. നാലാമതായി ഞങ്ങൾക്ക് ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് മോശമായ അവസ്ഥയിൽ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പഴയതിൽ നിന്നും നല്ല രീതിയിൽ ബിസിനസ് മെച്ചപ്പെട്ട് വരികയും ചെയ്തു. കുട്ടികൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ ആത്മീയമായിട്ട് കുട്ടികൾക്ക് വളരാനും അതുപോലെ തന്നെ പഠനത്തിൽ കൂടുതൽ നന്നായി പഠിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മ ഈശോയും കൊടുത്തു. പിന്നെ എൻ്റെ ബ്രദറിന് വീടില്ലായിരുന്നു. വീട് പണിക്ക് തടസ്സമായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവന് നല്ലൊരു വീട് പണിയാൻ സാധിക്കുകയും അതുപോലെ തന്നെ അവന് നല്ലൊരു ജോലി ലഭിക്കുകയും അവൻ്റെ വിവാഹം നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു. ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തിരുന്നത്. ഓൺലൈൻ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തിന് 10-40 വർഷമായിട്ട് വഴിയില്ലായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 90 ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ അടുത്തുള്ളൊരു വീട്ടുകാരെ സ്ഥലം വിൽക്കുവാന്ന് ഞങ്ങൾ അറിയുകയും അത് ഞങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ പറമ്പിലേക്ക് ഞങ്ങൾക്ക് വഴി ലഭിച്ചു. ആത്മീയ അനുഭവമായിട്ട് എനിക്ക് കിട്ടിയത്, ഞാനൊരു ദിവസം പ്രാർത്ഥനയിൽ മടി കാണിച്ചപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കുക എന്ന പരിശുദ്ധ അമ്മയുടെ ശബ്ദം എനിക്ക് കേൾക്കാനിടയായി. അതുപോലെ പ്രേക്ഷിത ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഡെങ്കിപ്പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹൈ ടെമ്പറേച്ചറായിരുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ഇന്ത്യയിൽ കുറയുന്നില്ലായിരുന്നു. അപ്പോൾ തൈലം തേച്ച് വിശുദ്ധ കുരിശ് വെച്ച് പ്രാർത്ഥനയുടെ ഫലമായി അരമണിക്കൂറിൽ തന്നെ ടെമ്പറേച്ചർ കുറയുകയും അത് നോർമലാവുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ബ്രസ്റ്റിലൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു. അതും ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് പരിപൂർണമായും മാറിക്കിട്ടി. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് കൃപാസന പത്രം ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിൽ അതുപോലെ തന്നെ ബസ്സിൽ ടൗണുകളിൽ അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കൊടുത്തിരുന്നത്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻസിനെ കാണുകയും എന്നാൽ കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കുകയും ചെയ്തു. അതുപോലെ ഒരു അനാഥ മന്ദിരത്തിൽ പോയി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ഇത് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഇത്രയേത് അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങൾ ഇപ്പോൾ പല മക്കളുടെയും സാക്ഷ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഏറെ പ്രധാനപ്പെട്ടത് ഈ സാക്ഷ്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സ്വരം ശ്രവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ സാക്ഷ്യത്തിലൊരു ഒരൊറ്റ വാക്കിൽ പറഞ്ഞു പോയതാണെങ്കിലും അത് ഈ ഉടമ്പടിയിൽ ലഭിക്കുന്ന ദൈവാനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാതാവ് ആദ്യം അവർക്ക് നൽകുന്ന ബോധ്യം മാതാവ് ഈ ഒരു സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. അത് പല വിധേന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരു വ്യക്തി അനുഭവിക്കുന്നു. അത് സുഗന്ധാഭിഷേകമായിട്ട് കുറേയേറെ പേര് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ അങ്ങനെ പലർ സ്വപ്നം കാണുന്നു, പലർക്ക് ഒരു ശബ്ദമായിട്ടോ, അല്ലെങ്കിൽ ഇതൊരു വ്യക്തിപരമായ ദൈവാനുമാണ്. അപ്പോൾ അതിനെ വിധിക്കുവാനോ അതങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം അത് തികച്ചും. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇവിടെ സാക്ഷ്യം പറയുന്നതിൽ നല്ലൊരു ശതമാനം പേരും ഇങ്ങനെ മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം പ്രകടമായിട്ട് അനുഭവിക്കാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ട്. അപ്പം അത് ഉടമ്പടിയിൽ അച്ഛനെപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒന്ന്, ഉടമ്പടിയിലായിരിക്കുന്നൊരു വ്യക്തി ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത് ഇതിൻ്റെ ഒരു സ്വാഭാവികതയായിട്ട് തന്നെ മാറുന്നുണ്ട്. ഇപ്പം ഏറ്റവും അവസാനം ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നൊരു അർത്ഥവും കൂടി അതിനുണ്ട്. കാരണം ദൈവ സാന്നിധ്യം അത് ബൈബിളിലാണെങ്കിലും പ്രകടമാകുന്നത്
കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർക്കല്ല, അവിടുത്തെ ഹിതം നിറവേറ്റുന്നവർക്കാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവേ എന്ന് വിളിച്ച പ്രാർത്ഥനയോടൊപ്പം ദൈവവേല ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചവരോടൊപ്പമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ബൈബിളിൽ കാണുന്നത്. അപ്പം ഈ അതേ ലോജിക്കും ഇതേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഉടമ്പടിക്കുള്ളതും. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലും ബൈബിളിലും ഒക്കെ പറയണത് പോലെ അവർക്കൊക്കെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായെന്ന് ബൈബിളിൽ ആവർത്തിച്ച് പറയും. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ ദൂതം പറഞ്ഞു, എഴുന്നേറ്റ് അങ്ങോട്ട്. അപ്പം ഇവിടെ സാക്ഷ്യങ്ങൾ പലതും പരിശോധിക്കുമ്പോൾ ഇതുപോലെ ബൈബിളിന് തത്തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ, കാരണം ബൈബിൾ എഴുതപ്പെട്ട കാലത്ത് മറിഞ്ഞിരിക്കേണ്ട ഒന്നല്ലല്ലോ, അതിന്നും ജീവിതത്തിൽ വ്യക്തമായിട്ട് അതിനൊരു ധർമ്മമുണ്ട്. അത് വിശ്വാസത്തിന് ഉള്ളതാണ് എന്നൊരു വ്യക്തി വിശ്വസിക്കാനായിട്ട് തുടങ്ങുമ്പം, അതുകൊണ്ടാണ് ബൈബിൾ വായന ഉടമ്പടിയുടെ ഓപ്ഷണലല്ല. അത് ഒരു പക്ഷേ ഏത് മതത്തിലുള്ള ഒരു ഉടമ്പടി എടുക്കുമ്പോഴും നമ്മൾ അവരോട് ഒരു നിബന്ധനയായിട്ട്, അല്ലെങ്കിൽ അവർക്ക് സാധ്യതയുണ്ടെങ്കിൽ ബൈബിളിലേക്ക് കടന്നു വരാനായിട്ട് പറയുന്നത് ബൈബിളിലൂടെയാണ് ദൈവം ആദ്യം സംസാരിച്ചത്. അത് മാറ്റി വെച്ചിട്ട് ദൈവം നേരിട്ട് എന്നോട് പറയട്ടെ എന്ന് നമുക്ക് ഒരു ധാർഷ്ട്യത്തിൽ സംസാരിച്ചാൽ ദൈവാനുഭവം ലഭിക്കുന്നത് എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്. കാരണം ആദ്യം ദൈവം നൽകിയിരിക്കുന്ന സാധ്യതകളെ ഉപയോഗിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതൊരു ധാർഷ്ട്യമുള്ള പ്രാർത്ഥനയായിട്ടത് മാറും. അപ്പം ഉടമ്പടിയിൽ വരുമ്പോൾ ആദ്യം ഒരു വ്യക്തി ഇതിലേക്കൊക്കെ അടുക്കുന്നതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ടാണ് ഈശോ സാന്നിധ്യം നൽകുന്നത്. അപ്പോൾ ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണെന്ന് അച്ഛൻ പറയാം. അപ്പം അത്രയും ബോധ്യത്തോടെ നിൽക്കുന്നവർക്ക് ഉറപ്പായിട്ടും മാതാവ് ഒരു അനുഭവം നൽകും. ആ അനുഭവം വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഇവിടെ പറഞ്ഞു. അതിൽ ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.